നമ്മുടെ വണ്ടിക്ക് ഒന്നും മുദ്ര വയ്ക്കില്ല. കിട്ടിയാണ് വേണ്ട എന്ത് രസല്ലേ ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ കിട്ടിയാണ് ഒരു ടൈപ്പാട്ട് കണ്ട എന്ത് രസം. അത് ഈ മുളയുടെ തന്നെ നാരെടുത്തിട്ട് വലിച്ച് കെട്ടിയാണ് സെറ്റപ്പാട്ടത്. എന്താ അഴകാന്ന് നോക്കി കെട്ടിയാണ്. നമ്മി അരി ഇറക്കാൻ വേണ്ടി വന്നതാ. അരി ഇറക്കാൻ വേണ്ടി വന്നതാ ഗൈസ്. ഇവിടെ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ടെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു അതിരപ്പള്ളിയുടെ കുറച്ച് സൈഡ്, അതിരപ്പള്ളി കഴിഞ്ഞാൽ കുറേ ഗ്രാമങ്ങളുണ്ട്, നാടൻ ഗ്രാമങ്ങൾ, അടിച്ചിൽത്തോട്ടി, തവളക്കുഴിപ്പാറ, വാച്ചുമര, അങ്ങനെ കുറച്ചധികം ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരു റേഷൻ കട അടുത്തുണ്ട്. അപ്പോൾ പുള്ളി മാസത്തിൽ ഒരു വട്ടം അരി കൊടുക്കാൻ പോകും. അപ്പോൾ ഞാനും ഇന്ന് ഇവരുടെ കൂടെ ഞാനും അരി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ അടിച്ചിൽത്തോട്ടി ഗ്രാമത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യത്യസ്ത ഗ്രാമമാണ്. എന്ത് രസം എന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ, അവിടെ ചെന്ന് അവിടെ നിങ്ങൾ പോരാൻ തോന്നാത്തൊരു പ്രത്യേക ടൈപ്പ് ഗ്രാമമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൃത്യ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഒക്കെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പോണ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് പിടിച്ചൊരു വഴിയാണ്. കാരണം ഇതിക്കോടെ ഇവർക്ക് ബസ്സോ അങ്ങനെ സർവീസോ അങ്ങനെ ഒന്നുമില്ല. ഇത് കുറച്ച് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു 1-2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയാലാണ് ഇവരുടെ ഈ ഗ്രാമത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവർക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ വഴിയാണ് ഇവരെല്ലാവരും, ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ജീപ്പ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ വണ്ടി, അങ്ങനെയാണ് ഇവർ പുറത്തോട്ട് വരുന്നത്. സംഭവം അടിപൊളിയാണ് കണ്ടിരിക്കാനും. പോണ വഴികളും പോണ സംഭവം എല്ലാം ഫുൾ ഫോറസ്റ്റ്. അതായത് കണ്ട പോണ വഴിയുണ്ടെങ്കിൽ ഫുൾ കാട്. എന്ത് രസമാണെന്നറിയും. അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നില്ല. അതേ രസം. നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് അങ്ങനെ കയറി ചെല്ലാനോ അതിനൊന്നും പെർമിഷൻ ഇല്ല. നമുക്കിപ്പോൾ ഈ അരി കൊണ്ട് പോണതിൻ്റെ പേരിൽ അവരെ കൂടെ കയറി പോയതാണ്. അപ്പോൾ വഴിയിൽ നിന്ന് കിട്ടൊരു ചേട്ടൻ നമ്മുടെ ബാക്കിലുണ്ടെങ്കിൽ ലിഫ്റ്റ് അടിച്ച് കുറേ പേര് നമ്മുടെ ഇപ്പോൾ വണ്ടി കയറും. അപ്പോൾ ഇവർക്കറിയാം മാസത്തിൽ പങ്കട ആ ഗ്രാമത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ഒരു വഴിയിൽ നിന്ന് കൈ കാണിച്ച് നമ്മുടെ വണ്ടി കയറും. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റും. അങ്ങനെ നമ്മൾ ഇങ്ങനെ കാട്ടിക്കൂടെ പോയി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതങ്ങനെ ആരും കാണാത്തൊരു സെക്ഷനാണ്. കാരണം ഇതങ്ങനെ ആർക്കും കാണാൻ പറ്റത്തില്ല. മേ ബി പുറത്തുനിന്ന് ആർക്കും അലൗഡ് ഇല്ല അങ്ങോട്ട്. അവിടെ ഒരു മൂപ്പൻ്റെ പെർമിഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ അരി കൊടുത്തതിൻ്റെ പേരിൽ കയറി പോണതാണ്. വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാത വഴികളാണ്. പക്ഷെ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും കാടും. ഈ പൊട്ടൽക്കാടിലൊക്കെ ആന ഉണ്ടാവാൻ മേ ബി പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രസമാണ്. ഇത് കണ്ടു വഴി ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവർ പുറത്തോട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളൊക്കെ വരുമ്പോൾ. അതായത് ഒരു ഓട്ടം വിളിക്കും. ഇവിടുന്ന് പുറത്തോട്ട് ചാലക്കുടിയാണ് നമ്മൾ മെയിൻ സിറ്റി വരുന്നത്. അപ്പം അങ്ങോട്ട് അരി സാധനങ്ങളും മേടിക്കാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫോറസ്റ്റുകാരുടെ വണ്ടി. ഒരു ഫോറസ്റ്റുകാരൊക്കെ ഇപ്പോൾ ചാലക്കുടി അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഇവർ അവരുടെ കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരെ ചെയ്യാറ്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വഴികളാണ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൂ. ഇവിടെ നിന്ന് ബസ് സർവീസ് ഒന്നും ഇല്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ബസ് സർവീസ് ഇല്ല. മെയിൻ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് KSRTC ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്നതും. പിന്നെ ഇവിടേക്ക് ഇവിടുത്തെ വഴികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വഴികൾ. ഈ കോൺക്രീറ്റ് ഒക്കെ പൊളിഞ്ഞു പോയി ഒരു പ്രത്യേക ടൈപ്പ് വഴികളാണ്. അപ്പോൾ ഇവിടേക്ക് വേറെ വണ്ടികളോ ജീപ്പ് ഓട്ടോറിക്ഷയ്ക്ക് ഒരു കണക്കിനാണ് അവന്മാർ ഓടിച്ചെത്തിക്കുന്നത്. അപ്പം നമ്മൾ ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നല്ലപോലെ ഫോൺ അടിക്കും. കാരണം ഇവർക്ക് അങ്ങനെ ചിലർക്കൊന്നും ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെല്ലാവരും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കുറേ വട്ടം ഹോൺ അടിക്കും. അത് കുറച്ച് 10-60-70 വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹോൺ അടിച്ച് അവരെല്ലാവരും ഇങ്ങോട്ട് വരുത്തും. പിന്നെ ഈ ടൈം നമ്മുടെ ഇലക്ഷൻ്റെ ടൈമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇലക്ഷൻ്റെ ടൈമിലായിരുന്നു. കാരണം അതുകൊണ്ട് ഫ്ലെക്സും ബോർഡും കുറേയൊക്കെ കാരണം. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ഈ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇതിലെ വേറെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്ന ചേട്ടന്മാരും എന്ത് ചെയ്ത് അവിടെ അരി അവർ കൊടുക്കണം. അപ്പോൾ നമ്മൾ നൈസായിട്ട് സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഇറങ്ങിയത് കണ്ട. ലെഫ്റ്റ് സൈഡിൽ കുരുമുളക്, വാഴ, ഒരു പ്രത്യേക ഇവിടെ എല്ലാ കൃഷിയും ഉണ്ട്. എല്ലാം ഉണ്ട്. നെല്ല് എല്ലാം ഉണ്ട് ഇവിടെ. നെല്ല്, പശു അങ്ങനെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ ഉണ്ട്. പക്ക നീറ്റാണ്. എല്ലാം കുറേ കാപ്പിക്കുരു ഞാൻ കുറേ വീഡിയോസ് എടുത്ത് ഞാൻ ഇതിലായിട്ട് അവസാനം കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ഭയങ്കര നീറ്റാണ്. നീറ്റിൻ്റെ കാര്യത്തിൽ ഈ ഗ്രാമത്തെ എല്ലാം വേറെ ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി ഫ്രണ്ടോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര നീറ്റാണ്. അതായത് മിറ്റൊക്കെ ഇരിക്കണ കാണണം.
ഒരു വില പോലും ഉണ്ടാവില്ല, അതേമാതിരി മിറ്റം. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. അതായത് ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിലെത്തി ഒരു ശാന്തി, സമാധാനം, ഒച്ചപ്പാടുകളിലൊന്നുമില്ല. അത് കുറച്ച് ആൾക്കാർ മാത്രം ഉള്ളതാണെങ്കിൽ നല്ല സ്നേഹവും സന്തോഷവും, നല്ലൊരു പ്രത്യേക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകരുത്, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ പുറച്ചാരം പിടിച്ച് അകത്തിടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരിൽ വന്ന് ഈ വണ്ടി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പോകണം. അതേപോലെ ഞാൻ പറയണം വൃത്തിയുടെ കാര്യമാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാമം വൃത്തിയുടെ കാര്യത്തിൽ. കാരണം ആ വഴിയൊക്കെ നോക്കുക, ആ വഴി ബുഷൊക്കെ വെച്ച് വഴി എന്താണ് വഴിയൊക്കെ നോക്കും, ഒരു ജാതി പ്രത്യേക വഴി. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോടെയാണ്, ഞാനിവിടെ വെറ്റില വരെ പഠിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇവരോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ട്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചേടാ ഇവിടെ എന്താണ് ഇത്ര വൃത്തി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര വൃത്തിയിലിരിക്കുന്നത്? അപ്പോൾ അവനോട് ചോദിക്കുന്നത് രാവിലെയും വൈകുന്നേരം അമ്മമാർ ഡെയിലി ഇവിടെ അടിച്ചു വരുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവർക്ക് വൃത്തിയുടെ കാര്യത്തിൽ പക്കയാണ്. അത് ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്തോറും അവർ വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലെന്ന് പറയണേ, നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ അവനോട് പറഞ്ഞു ഇവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അധികം സ്ഥലങ്ങൾ കാണാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു ശരി വാ, ഞാനും പറഞ്ഞു നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ കാപ്പിക്കുരു എൻ്റെ മുഖത്ത് വെച്ചിരിക്കണം. ഞാൻ നോക്കി കാപ്പിക്കുരു ഇവിടെ മെയിനായിട്ട് കുറേ കാപ്പിക്കുരുകളുണ്ട്, നല്ല കിടുക്കും കാപ്പിക്കുരുകൾ. നോക്കി എന്ത് രസമാണ്, നല്ല ചോന്നുണ്ട്, വച്ചയുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചേടാ ഇവിടെ കൃഷി ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെ കൃഷി ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഈ വട്ടം ഇവരാണ് കൃഷി ഇറക്കിയാണ് ഇവിടെ, ഇവൻ കൃഷി ഇറക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ബ്രോ നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ ഇങ്ങനെ ഉള്ളിലോട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു 3 പേര് ഇവിടെ പഠിക്കണവന്മാരുണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചവന്മാർ. അപ്പോൾ അവന്മാരൊക്കെ ഞാൻ കണ്ട് ഞാൻ അങ്ങനെ 10th കഴിഞ്ഞപ്പോൾ ഒരാൾ ടച്ച് ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ ഇവരെ കാണാൻ വേണ്ടി ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇവന്മാർ വന്ന് ഞാനും വന്നതിൽ ഇവർ ഹാപ്പി, ഇവരെ കണ്ടില്ല ഞാനും ഹാപ്പി എന്ന് പറഞ്ഞ മാതിരിയാണ്. വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവന്മാരെനിക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം നേരത്തെ ഞാൻ കാണിച്ചിരുന്ന കാപ്പിക്കുരില്ലേ, അതിപ്പോൾ ഇവരിവിടെ പൊട്ടിച്ചിട്ട് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കാം കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ നല്ല രസമായിട്ട് കാണാൻ. ഇവിടെ തിരിഞ്ഞാൽ കാപ്പിക്കുരു, റബ്ബർ, കുരുമുളക്, നെല്ല്, തെങ്ങ്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ കവുങ്ങുണ്ട്. അങ്ങനെ ഇവിടെ ഇല്ലാത്ത വാഴയുണ്ട്, ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ലയെന്ന് തോന്നുന്നത്. ഇത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് തിരിച്ച് വന്നപ്പോൾ ഞാൻ ആ വീട് പിന്നെയും കണ്ടു വൃത്തിയുടെ കാര്യമുണ്ട്. ആ മിറ്റൊക്കെ ഇരിക്കണമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് വന്നപ്പോഴും ശ്രദ്ധിച്ചു. അതാണ് എനിക്ക് അങ്ങോട്ട് കയറി എടുക്കാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ ഗോപ്രോ നൈസായിട്ട് പൊക്കി എടുത്ത് നോക്കിയത്. വഴിയൊക്കെ ഉണ്ട്, വഴിയൊക്കെ നല്ല അടിച്ചു വാരി നല്ല വൃത്തി ബുഷൊക്കെ വെച്ച് അടിപൊളിയാണ്, സെറ്റാണ് ഗ്രാമം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കൊള്ളിക്കൃഷി വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊള്ളിക്കൃഷി കണ്ട്. റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഓവറായിട്ട് അവരോട് ചോദിച്ച് അങ്ങോട്ട് പോകാൻ നോക്കിയില്ല. റൈറ്റ് സൈഡിലായിട്ടാണ് നെല്ല് കൃഷി അവർ ചെയ്യണത്. പിന്നെ വാഴ, കവുങ്ങ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുവിധം എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട്. മറ്റേ കൊക്കക്കായ, കുരുമുളക് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാം ഉള്ളൊരു ഗ്രാമം, എല്ലാം തികഞ്ഞൊരു ഗ്രാമം. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ടാറ്റ പറഞ്ഞ് അവിടെ ഉള്ളവർക്കെല്ലാം അരി കൊടുത്ത് എല്ലാം ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായി പിന്നെ അവിടെ നിൽക്കുന്നത് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇരുട്ടാവണേക്ക് മുന്നേ നേരെ പതിയെ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഉൾനാടൻ ഗ്രാമ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ. നമ്മുടെ വണ്ടിക്ക് ഒന്നും മുദ്ര വയ്ക്കില്ല, അതിനുള്ള ഓടെ പ്രശ്നം കാരണമാണ്.